നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് സ്വാഗതം. കുടിയേറ്റ കർഷകരുടെ വേർപ്പ് വീണ് കുതിർന്ന മണ്ണാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലേത്. തിരുവമ്പാടിയിൽ തറക്കുന്നേൽ സാബു ജോസഫ് എന്ന വലിയ കർഷകനെ തേടിയാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. സാബു ജോസഫും ഭാര്യ ജോയ്സിയും ചേർന്ന് തീർക്കുന്നത് കൃഷിയുടെ ബഹുവർണ്ണ കാഴ്ചകളാണ്. ആ കാഴ്ചകൾ തേടി ഞങ്ങൾ തറക്കുന്നേൽ വീടിൻ്റെ വാതിൽ തുറക്കുകയാണ്. അപ്പൻ ടി ജോസഫിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിയ 7 ഏക്കർ ഭൂമിയാണ് തറക്കുന്നേൽ സാബു ജോസഫിൻ്റെ കൃഷിയിടം. ഒരു വലിയ തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി ബഹുവിള കൃഷികൾ ചെയ്യുക എന്ന തന്ത്രമാണ് സാബു ഈ പറമ്പിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതാകട്ടെ പറമ്പിൻ്റെ ചുറ്റും ഒഴുകുന്ന ഒരു തോട് എന്ന ചൈതന്യം കൂട്ടിനുണ്ട് താനും. കൃഷിഭൂമിയുടെ അതിരുകളായി നിൽക്കുന്ന മലകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോലയിൽ നിന്ന് വെള്ളം കൃത്യമായി സംരക്ഷിച്ച് തോടുകളിൽ എത്തിക്കുക എന്ന തന്ത്രവും സാബു സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വിളകൾക്ക് കരുത്തും കാന്തിയും നൽകുന്ന പ്രധാന ജല ആഗമമാർഗം ഈ തോടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വെയിൽ വന്ന് ഒരിക്കലും വെള്ളം പറ്റാത്ത ഭൂമികയാക്കി തൻ്റെ കൃഷിയിടത്തെ മാറ്റുക എന്നത് ഒരു മന്ത്രമായി സാബു സ്വീകരിച്ചു. തോട്ടിൽ നിന്ന് ചെറിയ കൈവഴികളായി കൃഷിപ്പറമ്പിന് ഇടയിലൂടെ ഒഴുകുന്ന ജലമാർഗങ്ങളാണ് മണ്ണിനെ പ്രധാനമായും നനയ്ക്കുന്നത്. തെങ്ങിൻ തോപ്പിൻ ഇടവിളയായി ജാതി, കപ്പ, വാഴ, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ ഇവയെല്ലാം ബഹുവിള വിളകളായി പരിലസിക്കും. ആ കാഴ്ചകൾ കാണാനായി ഈ കൃഷിപ്പറമ്പിലൂടെ ഒരു യാത്ര പോവുക എന്നത് ഹൃദയഹാരിയായ ഒരു അനുഭവം തന്നെയാണ്. ഞങ്ങൾ അത് ആസ്വദിച്ചു. തറക്കുന്നേൽ പറമ്പിൽ വരുന്ന ആരെയും ആദ്യം ആകർഷിക്കുന്നത് വിശാലമായ ജാതിത്തോട്ടവും അവിടെ അങ്ങിങ്ങായി തൂക്കിയിരിക്കുന്ന കന്നാസുകളും തേനീച്ചപ്പെട്ടികളും കലങ്ങളുമാണ്. വൻ തേനീച്ചകളെയാണ് ഇവിടെ പ്രധാനമായും ശേഖരിക്കുന്നത്. മഴക്കാലം എത്തുന്നതിന് മുമ്പേ തേനീച്ചകളെ ആകർഷിച്ച് പിടിക്കുക എന്ന തന്ത്രം മാത്രമാണ് ഇതിന് പിന്നിൽ. ജാതിക്ക് നനയ്ക്കാനായി ഇടവിളയായി വെച്ചിരിക്കുന്ന സ്പ്രിംഗ്ലറുകൾ അന്തരീക്ഷത്തെ ഒരു കുളിർക്കാന്തിയുള്ള ഇടമാക്കി മാറ്റും. ഇതാണ് തേനീച്ചകളുടെ മുഖ്യ ആകർഷണം. പുറത്തുനിന്ന് തണുപ്പ് തേടി വരുന്ന തേനീച്ചകൾ ജാതിയുടെ ശിഖരങ്ങളിൽ തലകീഴായി തൂക്കിയിരിക്കുന്ന കന്നാസുകളിലേക്ക് ആകർഷിക്കപ്പെടും. വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഇവർ എത്താറുള്ളൂ. ഏതാണ്ട് മഴക്കാലം എത്തുന്ന ജൂൺ മാസത്തോടെ അവർ പിൻവലിയുകയും ചെയ്യും. ഈ സമയത്ത് തടിപ്പെട്ടികളിലും കന്നാസുകളിലും അങ്ങിങ്ങായി വെച്ചിരിക്കുന്ന കലങ്ങളിലും തേൻ ശേഖരിക്കുക എന്ന തന്ത്രമാണ് തറക്കുന്നേൽ തറവാട്ടിൽ പയറ്റുന്നത്.
വ്യത്യസ്തതകൾ ധാരാളം നിറഞ്ഞതാണ് സാബുവിൻ്റെ കൃഷിയിടം. തെങ്ങും ജാതിയുമാണ് പ്രധാനപ്പെട്ട വിളകൾ. 7 ഏക്കർ വരുന്ന പറമ്പിൽ ഏതാണ്ട് 500ഓളം കായ്ക്കുന്ന ജാതി മരങ്ങളുണ്ട്. ജാതിയാകട്ടെ തലമുറകളുടെ വൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 300 മുതൽ 350 വർഷം വരെ ജാതി വൃക്ഷത്തിന് ആയുസ്സുണ്ട്. ജാതിയുടെ ഒടുക്കം കണ്ടവരില്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് 500ഓളം വൃക്ഷങ്ങൾക്കായി തളിനനയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ജാതിത്തോട്ടത്തിന് ഇടയിലായി വെച്ചിരിക്കുന്ന സ്പ്രിംഗ്ലറുകൾ ഉപയോഗിച്ച് തളിനന ആണ് ജാതിയുടെ പ്രധാനപ്പെട്ട നന. വർഷാന്ത്യത്തിൽ ഏതാണ്ട് 500 വൃക്ഷങ്ങളിൽ നിന്ന് ഏതാണ്ട് 28 കിൻഡലോളം തന്നെ ജാതിക്ക കിട്ടും എന്നാണ് സാബു സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ജാതിക്കയാകട്ടെ പ്രത്യേകം തയ്യാറാക്കിയ പുകപ്പുരയിൽ പരുവപ്പെടുത്തി ജാതി പത്രി എടുക്കുന്ന സമ്പ്രദായം കൂടി അനുവർത്തിക്കുന്നുണ്ട്. 28 കിൻഡലോളം ജാതിയിൽ നിന്ന് ഏതാണ്ട് 4 കിൻഡലോളം ജാതി പത്രി ലഭിക്കും. ജാതിക്ക് ഏതാണ്ട് 250 മുതൽ 300 രൂപ വരെ കിലോയ്ക്ക് വില ലഭിക്കുമ്പോൾ ജാതി പത്രിക്കാകട്ടെ 1000 രൂപയോളം വില ലഭിക്കും എന്ന ആനുകൂല്യവുമുണ്ട്. തെങ്ങാകട്ടെ കുറ്റിയടി തെങ്ങുകളാണ് പറമ്പിലാകെ നിറയുന്നത്. കോഴിക്കോടിൻ്റെ നാടൻ തെങ്ങുകളാണിവ. തെങ്ങിന് നന്നായി വളം ചെയ്യുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റും കാലിവളവും അതോടൊപ്പം തന്നെ കോഴിവളവുമാണ് തെങ്ങിനും ജാതിക്കുമൊക്കെ നൽകുന്നത്. തെങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത തെങ്ങിന് നന്നായി പുതയിടുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ തെങ്ങിന് തടം കോരുന്നതിന് പകരം തെങ്ങിൽ നിന്ന് ഏതാണ്ട് 6 അടി അകലെയായി 1 അടി വീതിയിലും 1 അടി താഴ്ചയിലും കൃത്യമായി ചാല് കീറി അവിടേക്ക് കാർഷിക വിളകളിൽ നിന്ന് ലഭിക്കുന്ന അവശിഷ്ടങ്ങളും അതോടൊപ്പം തെങ്ങ്, കമുക് മുതലായ പാഴ്ത്തടികളും നിറച്ച് അവിടെ തന്നെ പുതയിടുക എന്ന രീതിയാണ് അനുവർത്തിക്കുന്നത്. മാത്രവുമല്ല, ഇതുകൊണ്ട് മണ്ണിരകൾ ധാരാളം പെരുകുകയും അവിടെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് എന്ന വളം ചെയ്യുന്ന ഒരു ഗുണം ഈ പ്രത്യേക രീതി കൊണ്ട് ലഭിക്കുകയും ചെയ്യുന്നു. വർഷം മുഴുവൻ പുതയിടുന്നതിനാൽ നന സമൃദ്ധമായി നിലനിൽക്കും എന്ന ഗുണവും കൂടിയുണ്ട്. പേരറിയാത്തതും അറിയാവുന്നതുമായ 100ഓളം തണൽ മരങ്ങൾ കുടപിടിക്കുന്ന വിശാലമായ ഈ ഭൂമികയുടെ ഒത്ത നടുവിലായി ഒരു ഒന്നാന്തരം പച്ചക്കറിത്തോട്ടമുണ്ട്. ഏതാണ്ട് 2.5 സെൻറ്റിൽ, അതായത് 110ഓളം ചതുരശ്ര മീറ്ററിൽ തീർത്തിരിക്കുന്ന ഈ പച്ചക്കറിത്തോട്ടം മഴമറയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. മഴമറ നമുക്കറിയാം, പച്ചക്കറിക്ക് വിളയാനുള്ളൊരു അന്തരീക്ഷമാണ് മഴമറയിലുള്ളത്. അതായത് പുറത്തെ അന്തരീക്ഷ ഊഷ്മാവിൽ നിന്ന് 15 ഡിഗ്രി താപനില കൂടുതലാണ്. ആ താപനിലയുടെ ഊർജ്ജം തന്നെയാണ് പച്ചക്കറിക്കായി പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നത്. പച്ചക്കറിക്ക് നന്നായി വിളയാനുള്ള പ്രത്യേകം പ്ലോട്ടുകൾ തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മഴമറയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ അനാമിക വെണ്ട, അതോടൊപ്പം തന്നെ പൂസ പർപ്പിൾ, ലോങ് വഴുതന, ഫിഷ്നെറ്റ് വിരിച്ച് ഉയർത്തിയിരിക്കുന്ന പന്തലിലേക്ക് പടർന്നു കയറുന്ന പാവൽ, ശാരികപ്പയർ, പടവലം, ഇവയെല്ലാം വ്യക്തമായി ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ മഴമറയുടെ ഒരു പ്രധാനപ്പെട്ട മേന്മയാണ്. ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി വിളകളും ഒരു മേൽക്കൂരയ്ക്കുള്ളിൽ സൃഷ്ടിക്കുക എന്ന പുതിയ മാതൃകയാണ് ഇവിടെ സാബു തീർത്തിരിക്കുന്നത്. ഈ തോട്ടത്തിൻ്റെ പ്രധാന ചുമതലക്കാരി സാബുവിൻ്റെ ഭാര്യയായ ജോയ്സിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം ഇവിടെ വിവിധ ഇനം വിളകൾ ഉള്ള കൂട്ടത്തിൽ ഒരു അടുക്കളയിലേക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട എല്ലാ വിളകളും ഒരുങ്ങിയിരിക്കുന്നു എന്നത് വലിയൊരു മേന്മയാണ്. മുളക് തന്നെ ഏതാണ്ട് 5 ഇനങ്ങളായിട്ടുണ്ട്. ഉജ്ജ്വലയാണ് പ്രധാനപ്പെട്ട ഇനം. കറിക്ക് കൂടുതൽ എരിവ് നൽകുന്ന കാന്താരി മറ്റൊരു ഇനമാണ്. കറികളായ ചീര, അതായത് ചീരയിൽ തന്നെ പ്രധാനപ്പെട്ട ഇനമായ അരുണുണ്ട്, അതോടൊപ്പം പച്ച ചീരയുണ്ട്, വള്ളി പൊട്ടി വിടരുന്ന ഇലച്ചേമ്പുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൻ്റെ വീട്ടുമുറ്റത്ത് പലപ്പോഴും വളരില്ല എന്ന് കേരളം വിധിയെഴുതിയ ശീതകാല പച്ചക്കറി ഇനങ്ങളായ ക്യാരറ്റ്, ക്യാബേജ്, എന്തിന് ബീട്രൂട്ട് വരെ വിവിധ ഇടങ്ങളിലായി സ്ഥാനം പിടിച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് നമുക്കറിയാം ചോളം പ്രധാനപ്പെട്ട ഒരു വിളയാണ്. ചോളം ചുട്ടുതിന്നാൻ കഴിയുന്ന ചോളം മുതൽ ഏതാണ്ട് കറിക്ക് ഇടാൻ കഴിയുന്ന, അച്ചാറിടാൻ കഴിയുന്ന കറിനാരകം മുതൽ മീൻ പൊരിക്കാൻ ഉപയോഗിക്കുന്ന കുറ്റിക്കുരുമുളക് വരെ വിവിധ ചട്ടികളിലായി സ്ഥാനം പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിലായി സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മഴമറയിലെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേന്മ. ഈ ചെടികൾക്കെല്ലാം പൂർണ്ണമായും ജൈവ രീതിയിലുള്ള സംരക്ഷണമാണ് നൽകുന്നത്. പുളിപ്പിച്ച പിണ്ണാക്കും അതോടൊപ്പം തന്നെ കാലിവളവുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വളം. ജൈവ കീടനാശിനികളായ ഫിഷ് അമിനോ ആസിഡും മറ്റുമാണ് ഇവ പ്രാണികളെ തുരത്താനായി ഉപയോഗിക്കുന്നത്. ഫെറമോൺ കെണി മുകളിൽ തൂക്കിയിരിക്കുന്നു. രാത്രി പോലും ഈ
പച്ചക്കറിത്തോട്ടത്തിൽ വന്ന് പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ LED ലൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞ കാർഡുകൾ, വെള്ളീച്ചകളെ മറ്റും പിടിക്കാനായിട്ടുള്ള മഞ്ഞ കാർഡുകളും അങ്ങിങ്ങായി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കൃഷിത്തോട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേന്മയാണ്. മഴമറയിലെ പച്ചക്കറി വിളകളുടെ ചുമതലക്കാരിയായ ജോയ്സി നമ്മോടൊപ്പം ഉണ്ട്. ജോയ്സിയുമായി വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം ജോയ്സി. നമസ്കാരം. ഈ വിവിധ വിളകളാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വിളകൾ ഇപ്പം ഒത്തിരി വിളകൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വരുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? നമ്മൾ പല ദിവസമായിട്ട് ഓരോ പച്ചക്കറിയാണല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും പയർ കൂട്ടുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പം നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ആവശ്യത്തിനായിട്ടാണ്, ഞങ്ങൾ പുറത്തേക്ക് സെയിൽ ചെയ്യാൻ കൊടുക്കുന്നില്ല. അപ്പം നമുക്കത് ഒരു വിള കഴിഞ്ഞിട്ട് അത് 2 സെക്ഷനായിട്ടാണ് കൃഷി ചെയ്യുക. ഇപ്പോൾ ഒരു വെണ്ട ആദ്യത്തെ സെക്ഷൻ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പൂവിടാൻ തുടങ്ങുമ്പോൾ നെക്സ്റ്റ് ബാച്ച് നമ്മൾ നട്ടു കൊടുക്കുമ്പം നമുക്ക് വിള ഒരിക്കലും അവസാനിക്കുന്നില്ല. പയറാണെങ്കിലും അങ്ങനെ തന്നെ വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് 365 ദിവസവും പച്ചക്കറി ഉപയോഗിക്കാൻ പാകത്തിനുള്ള കൃഷിയാണ് ഞങ്ങളിവിടെ മഴമറയിൽ ചെയ്യുന്നത്. എല്ലാ വിളകളോടും സ്നേഹമുണ്ട്, ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം. എങ്കിൽ പോലും ജോയ്സിക്ക് അല്പം കൂടുതൽ താല്പര്യമുള്ള വിള ഏതാ? താല്പര്യം നമ്മളിവിടെ കൂടുതൽ ഇവർക്കൊക്കെ ഇഷ്ടമുള്ളത് പയർ തന്നെയാണ്. പയറും പിന്നെ വെണ്ടയ്ക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള പയറാണ് കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നത്. പയറിൻ്റെ വിളവ് എങ്ങനെയാണ് ഇതിൽ? വിളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം രാസവളമൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് പയറിന് അല്പം ആയുസ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു 2 ഇപ്പോൾ ഏകദേശം ഇവിടെ നിൽക്കുന്ന പയർ ഏകദേശം ഇത് 2ാമത്തെ സെക്ഷൻ വിളവെടുക്കുന്നതാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. പിന്നെ നമ്മൾ പുതിയത് പ്ലാന്റ് ചെയ്തിട്ട് വീണ്ടും ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നു. ഇത്രയും വിളകളിൽ ജോയ്സിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു വിള ഏതാ? ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഏകദേശം നമ്മളൊരു റെയിനി സീസൺ കഴിഞ്ഞിട്ടുള്ള ആ കാലഘട്ടത്തിൽ പിന്നെ കീടബാധ ഭയങ്കര കൂടുതലാണ് നമുക്ക്. അപ്പം മറ്റുള്ള പറമ്പിൽ നിന്നുള്ള പുഴുക്കൾ അങ്ങനെയുള്ളതൊക്കെ വരാറുണ്ട്. അപ്പോൾ ചീരയ്ക്ക് ശരിക്കും അതൊരു ഫാൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമതിപ്പം വലിയ പ്രശ്നം കാണുന്നില്ല. അപ്പോൾ നമ്മൾ കീടനാശിനി ഉപയോഗിക്കാത്തത് കൊണ്ട് കുറച്ചൊക്കെ ഒരു ഡാമേജ് വരാറുണ്ട് ചെടികൾക്ക്. അപ്പോൾ നമ്മളത് പറിച്ച് മാറ്റി കഴിഞ്ഞിട്ട് പുതിയത് പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കീടനാശിനി ഇതുവരെ ഞാൻ പരീക്ഷിച്ചിട്ടില്ല. സാധാരണ ഇതിന് ബാധിക്കുന്ന വെള്ളീച്ച അങ്ങനെയൊക്കെയുള്ള പ്രാണികളൊക്കെ തുരത്താൻ എന്ത് നടപടിയാണ്? ഫെറമോൺ ഗണി വയ്ക്കും. പിന്നെ ഈ ഇത് കാണുന്ന മാതിരി ഈ തൂണിലെ മഞ്ഞ കളറുള്ള ഇത് വെച്ച് ഒരു പരിധി വരെ അതിന് ഈച്ചകളുടെ ശല്യം കുറയുന്നുണ്ട്. പിന്നെ നീരൂറ്റി കുടിക്കുന്ന ജീവികളുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഗോമൂത്രം നേർപ്പിച്ചിട്ട് തളിച്ചു കൊടുക്കുമ്പം തന്നെ ഏകദേശം മാറുന്നുണ്ട്. പിന്നെ പഞ്ചഗവ്യം അതൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അവരെ കൊണ്ടുള്ള ശല്യം നന്നായിട്ട് കുറയുന്നുണ്ട്. ഒരേ സമയം ഒരു പച്ചക്കറിത്തോട്ടത്തിൻ്റെ ഉടമയും അതോടൊപ്പം തന്നെ ഒരു വീട്ടമ്മയും കൂടിയാണ്. അപ്പോൾ വിവിധതരം വിളകൾ മുമ്പ് അടുക്കളയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും ജൈവ കൃഷിയിലൂടെ ലഭിക്കുന്ന ഈ വിളകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു രുചിയുടെ വ്യത്യാസം അനുഭവപ്പെടുന്നു. രുചി ഒരുപാട് വ്യത്യാസമുണ്ട്. അതിപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മിച്ചം വരുന്നത് കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട്. പക്ഷേ അവർ വീണ്ടും ചോദിക്കുന്നു, ഞങ്ങൾ പൈസ തന്നിട്ടാണെങ്കിലും തരാം, കാരണം അത് കറി വെച്ച് കഴിയുമ്പം അതിനുള്ള ടേസ്റ്റ് ഒരുപാട് വ്യത്യാസമുണ്ട്. നിസ്സാരം നമ്മൾ മേടിക്കുന്ന പയറാണെങ്കിലും നമ്മളത് ആ പാകത്തിന് മൂപ്പൊക്കെ എത്തി പറിച്ച് അതിച്ചിരി മൂപ്പ് അധികമാക്കി അതിൻ്റെ പയർമണികളൊക്കെ എടുത്ത് കറി വയ്ക്കുമ്പോൾ ആ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്.